നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും നാവികസേനകൾ മുഖാമുഖം. ഇന്ത്യൻ തീരത്തു നിന്നും 130 നോട്ടിക്കൽ മൈൽ മാത്രം അകലെയുള്ള കൊളംബോ തുറമുഖത്ത് പാകിസ്ഥാൻ്റെ 2 യുദ്ധക്കപ്പലുകൾ നങ്കൂരമിട്ടതോടുകൂടിയാണ് ഇന്ത്യൻ നാവികസേനയും സേനാവിന്യാസം നടത്തിയത്. പാകിസ്ഥാൻ ശ്രീലങ്ക പ്രതിരോധ സഹകരണത്തിൻ്റെ ഭാഗമായ സൈനിക അഭ്യാസങ്ങൾക്കായിട്ടാണ് പാക് പടക്കപ്പലുകൾ ഇന്ത്യയുടെ തൊട്ടടുത്തെത്തിയത്. ചൈനീസ് നിർമ്മിത സ്റ്റെൽത്ത് ഫ്രിഗേറ്റുകളായ PNS തൈമൂറും PNS അസലാത്തുമാണ് കൊളംബോയിലെത്തിയത്. പക്ഷേ എത്തിയത് 2 യുദ്ധക്കപ്പലുകൾ മാത്രമായിരുന്നില്ല. ഏറ്റവും അപകടകാരിയായ ഏറ്റവും പുതിയ അന്തർവാഹിനി PNS M ഹങ്കോറും ഈ കപ്പലുകൾക്കൊപ്പമുണ്ടായിരുന്നു. ഏപ്രിൽ 30-ന് കമ്മീഷൻ ചെയ്ത ഹങ്കോറിനെ പാകിസ്ഥാനിൽ എത്തിക്കുന്നതിന് മുമ്പ് തന്നെ പാക് നാവികസേന കൊളംബോയിൽ വിന്യസിക്കുകയായിരുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും വലിയ സുരക്ഷാ ആശങ്കയായി മാറി. കാരണം 2 പാകിസ്ഥാൻ പടക്കപ്പലുകളും ഒരു അന്തർവാഹിനിയുമാണ് ഇന്ത്യയുടെ തൊട്ടടുത്ത് വന്നെത്തിയിരിക്കുന്നത്. പാകിസ്ഥാനും ചൈനയും ചേർന്ന് നിർമ്മിക്കുന്ന 8 അന്തർവാഹിനികളിലെ ലീഡ് വെസലാണ് ഹങ്കോർ. ക്രൂയിസ് മിസൈലുകളടക്കം വിക്ഷേപിക്കാൻ കഴിയുന്ന ആണവശേഷിയുള്ള 36,000 ടൺ അന്തർവാഹിനിയാണ് ഹങ്കോർ. ഒരു തവണ കടലിൽ മുങ്ങിയാൽ 3 ആഴ്ച വരെ അടിത്തട്ടിൽ തങ്ങാൻ കഴിയുന്ന റഡാറുകളെയും വിമാന നിരീക്ഷണത്തെയും കബളിപ്പിക്കാൻ ശേഷിയുള്ള അന്തർവാഹിനിയാണത്. എന്നാലും ഇന്ത്യയുടെ നിരീക്ഷണ വിമാനങ്ങൾ അന്തർവാഹിനിയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞിരുന്നു. ശ്രീലങ്കൻ തീരങ്ങളിൽ നങ്കൂരമിടുന്ന വിദേശ കപ്പലുകൾ ഇന്ത്യക്ക് എന്നും തലവേദന സൃഷ്ടിക്കാറുണ്ട്. അടുത്ത കാലത്ത് പാകിസ്ഥാനും ശ്രീലങ്കൻ തീരത്ത് നടത്താനിരുന്ന സൈനികാഭ്യാസം ഇന്ത്യയുടെ നയതന്ത്ര സമ്മർദ്ദങ്ങളെ തുടർന്ന് ശ്രീലങ്ക റദ്ദാക്കിയിരുന്നു. പാക് പടക്കപ്പലുകളുടെ നീക്കം ഇന്ത്യ അതിസൂക്ഷ്മമായ നിരീക്ഷണത്തിന് വിധേയമാക്കിയിരുന്നതാണ്. ശ്രീലങ്കൻ തുറമുഖങ്ങൾ ഇന്ത്യയുടെ തൊട്ടടുത്ത് കിടക്കുന്ന തുറമുഖങ്ങളാണ്. അവിടെ പാകിസ്ഥാൻ സാന്നിധ്യം അറിയിച്ചത് ഇന്ത്യക്ക് വലിയ സുരക്ഷാ ആശങ്കകളാണ് സമ്മാനിക്കുന്നത്. എങ്കിലും ഇന്ത്യൻ നാവികസേനയ്ക്ക് ഈ മേഖലയിലുള്ള അപ്രമാദിത്വം ചോദ്യം ചെയ്യാൻ കഴിയാത്തതാണ്. അന്തർവാഹിനികളുടെ സാന്നിധ്യം കൂടിയുള്ളതിനാൽ ന്യൂഡൽഹിയുടെ നീക്കങ്ങൾ ജാഗ്രതയോടുകൂടിയായിരുന്നു. ഇന്ത്യൻ നേവിയുടെ കരുത്തരായ പടക്കപ്പലുകൾ ഈ മേഖലയിലുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ആദ്യമായിട്ടാണ് ഇരു രാജ്യങ്ങളുടെയും നാവികസേനകൾ മുഖാമുഖം വരുന്നത്. പാകിസ്ഥാൻ്റെ അപ്രതീക്ഷിത നീക്കത്തിന് ഇന്ത്യ പക്ഷേ കനത്ത മറുപടി തന്നെയാണ് നൽകിയത്. ഇന്ത്യൻ പടക്കപ്പൽ INS ഐരാവത്തിനെ കൊളംബോ തുറമുഖത്ത് വിന്യസിച്ചു. അന്തർവാഹിനികളുടെ കടലിനടിയിലെ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ കഴിയുന്ന P-81 നെപ്റ്റ്യൂൺ നിരീക്ഷണ വിമാനങ്ങളും രംഗത്തിറങ്ങി. പാക് കപ്പലുകൾ ശ്രീലങ്ക വിട്ടതിന് പിന്നാലെ ഇന്ത്യൻ നേവിയുടെ നിരീക്ഷണ കപ്പലായ INS ശാരദയും കൊളംബോയിലെത്തി. പാക് കപ്പലുകൾ നങ്കൂരമിട്ട ജൂൺ 1-ന് തന്നെ കൊളംബോയിലെത്തിയ ഐരാവത്ത് 4 ദിവസമാണ് കൊളംബോ തുറമുഖത്ത് തുടർന്നത്. ജൂൺ 10-ന് കൊളംബോയിലെത്തിയ ശാരദ 13 വരെ തുടർന്നു. പ്രകടമായ ഈ നീക്കങ്ങൾക്ക് പിന്നാലെ പാകിസ്ഥാൻ്റെ അന്തർവാഹിനിയെ ഇന്ത്യൻ നാവികസേന സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. പാകിസ്ഥാനിലേക്കുള്ള അതിൻ്റെ സഞ്ചാരപാത വിമാനങ്ങളെയും ഹെലികോപ്റ്ററുകളെയും ഉപയോഗിച്ചാണ് ഇന്ത്യ നിരീക്ഷിച്ചത്. ആൻറ്റി സബ്മറൈൻ ആയുധങ്ങൾ പാക് അന്തർവാഹിനികൾക്കെതിരെ ഇന്ത്യ അണിനിരത്തുകയും ചെയ്തു. 2026 ജൂൺ 1-നാണ് പാകിസ്ഥാൻ പടക്കപ്പലുകൾ കൊളംബോയിലെത്തിയത്. 4 ദിവസത്തെ പ്രത്യേക ദൗത്യം പൂർത്തിയാക്കി കപ്പലുകൾ കൊളംബോ തീരം വിട്ടു. മടങ്ങുന്നതിന് മുമ്പ് പാക് പടക്കപ്പലുകൾ ശ്രീലങ്കൻ നേവിയുമായി പടിഞ്ഞാറൻ തീരത്ത് പാസേജ് എക്സർസൈസുകളും നടത്തി. ജൂൺ 11-നാണ് പാക് അന്തർവാഹിനിയായ ഹങ്കോർ ആദ്യമായി അതിൻ്റെ ഹോം തുറമുഖമായ കറാച്ചിയിലെത്തിയത്. 4-ാം തീയതി പാക് കപ്പൽപ്പട മടങ്ങിയെങ്കിലും ഇന്ത്യൻ കപ്പലുകൾ 13 വരെ കൊളംബോ തീരത്ത് തുടർന്നു. ശ്രീലങ്കൻ തീരത്ത് നങ്കൂരമിടുന്ന പാകിസ്ഥാൻ്റെയും ചൈനയുടെയും കപ്പലുകൾ ഉയർത്തുന്ന സുരക്ഷാ ഭീഷണിയാണിത്. ഇത്തരം കപ്പലുകൾക്ക് അനുവാദം കൊടുക്കുന്നതിനെതിരെ സുരക്ഷാ ആശങ്കകൾ ചൂണ്ടിക്കാട്ടി ഇന്ത്യ ശ്രീലങ്കയ്ക്കുമേൽ സമ്മർദ്ദം ചെലുത്താറുണ്ട്. എന്നാൽ അടുത്തിടെ ശ്രീലങ്ക ഇന്ത്യയോടും ചൈനയോടും പാകിസ്ഥാനോടും സമദൂര നയമാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 1-2 തവണ അനുമതി നിഷേധിച്ചാലും ഇത്തരം കപ്പലുകൾക്ക് നങ്കൂരമിടാൻ പല കാരണങ്ങളാൽ ശ്രീലങ്കയ്ക്ക് അനുമതി നൽകേണ്ടി വരും. ഇത്തരം ഭീഷണികളെ നേരിടാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുക എന്നതാണ് ഇന്ത്യക്ക് ചെയ്യാനുള്ളത്. വർഷങ്ങൾക്ക് മുമ്പ് ശ്രീലങ്കയുടെ ഹമ്പൻതോട്ട തുറമുഖത്ത് ചൈനീസ് നിരീക്ഷണ കപ്പൽ നങ്കൂരമിട്ടിരുന്നു. തന്ത്രപ്രധാനമായ വിവരങ്ങൾ ചോർത്തുക എന്നതായിരുന്നു ചൈനീസ് കപ്പലിൻ്റെ ലക്ഷ്യം. ഇന്ത്യയുടെ സമ്മർദ്ദത്തെ തുടർന്ന് കപ്പലിനെ 2 തവണ
ശ്രീലങ്ക അനുമതി നിഷേധിച്ചെങ്കിലും അവസാനം കപ്പൽ എത്തുക തന്നെ ചെയ്തു. ശ്രീലങ്കയുടെ ഹമ്പൻതോട്ട തുറമുഖത്തിൻ്റെ നടത്തിപ്പവകാശം ചൈനീസ് കമ്പനികൾക്കായിരുന്നു. ദക്ഷിണേന്ത്യയിൽ ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ നിരവധി കേന്ദ്രങ്ങളുണ്ട്. നാവികസേനയുടെയും ബഹിരാകാശ സ്ഥാപനങ്ങളുടെയും എല്ലാം സാന്നിധ്യം ഇവിടെയുണ്ട്. ഇതിനു തൊട്ടടുത്താണ് ചൈന ചാരക്കപ്പൽ കൊണ്ട് നങ്കൂരമിട്ടത്. സിഗ്നൽ ജാമിംഗ് നടത്തിയാണ് ഇന്ത്യ വിവരം ചോർത്താനുള്ള ചൈനയുടെ ശ്രമങ്ങളെ അന്ന് എതിർത്ത് തോൽപ്പിച്ചത്.